നമ്മുടെ നൂറയുടെ കള്ളത്തരം എല്ലാവരോടും കൂടെ ലൈവിൽ പറഞ്ഞിരിക്കുകയാണ് അനുമോള്. നൂറയാണല്ലോ ക്യാപ്റ്റൻ. അപ്പം നമ്മുടെ അനീഷേട്ടനും ഷാനവാസിക്കും അനുമോളും അതേപോലെ ആദിലയും അവരവരുടെ ബെഡിൽ ഇരിപ്പുണ്ട്. അനുമോളും ആദിലും കിടക്കുവാണ്. അപ്പം നൂറ ചെന്നിട്ട് ഓരോരുത്തരായിട്ട് എഴുന്നേൽപ്പിക്കുകയാണ്. അപ്പം അനുവിൻ്റെ അടുത്ത് ചെന്നപ്പോൾ അനുമോൾ പറയാണ്, നീ എന്നെ എഴുന്നേൽപ്പിക്കാൻ നോക്കണ്ട, ഞാൻ അങ്ങനെ ഉറങ്ങുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഞാൻ ഉറങ്ങില്ലടി, നീ എൻ്റെ അവളെ പോയി കുത്തിപ്പോക്കെന്ന് പറഞ്ഞിട്ട് ആദിലയുടെ അടുത്തോട്ട് വിടുന്നു. അതിനുശേഷം അവർ ഇതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഷാനവാസിക്ക പറയുന്നുണ്ട്, നൂറയാണ് ശരിക്കും ഇതിനകത്ത് പെട്ടുപോയത്. നൂറ ക്യാപ്റ്റൻ ആയതുകൊണ്ട് നൂറയ്ക്ക് ഉറങ്ങാൻ പറ്റത്തില്ലല്ലോ, നൂറ ശരിക്കും പെട്ടിരിക്കുകയാണെന്ന് പറയുന്നു. അപ്പോൾ അനുമോളും പറയുന്നുണ്ട്, അത് സത്യമാണ്, ഇവളാണ് ഏറ്റവും വലിയ ഉറക്കക്കാരി. പണ്ട് നിങ്ങൾക്ക് ഓർമ്മയില്ലേ ലാലേട്ടൻ ഞങ്ങളെ വഴക്ക് പറഞ്ഞത്? ഇവൾ ശരിക്കും എന്തിനാണെന്നറിയോ വഴക്ക് പറഞ്ഞത്? ഞങ്ങൾ ഉറങ്ങാൻ വേണ്ടി പോയതാണ്, ഇവളെന്നെ വിളിച്ചുകൊണ്ട് പോയതാണ് നമ്മുടെ ഡ്രസ്സിങ് റൂമിലിരുന്ന് ഉറങ്ങാൻ വേണ്ടി. എന്നിട്ട് ആ ഊഞ്ഞാലിരുന്ന പില്ലോയും എടുത്തുകൊണ്ടാണ് ഇവൾ പോയത്. എന്നിട്ട് ഉറങ്ങാൻ വേണ്ടി പോയപ്പോഴാണ് ബിഗ് ബോസ് പെട്ടെന്ന് അനൗൺസ് ചെയ്തത്. ആ ഒരു ഇൻസിഡൻറ്റിനാണ് ലാലേട്ടൻ ഞങ്ങളെ വഴക്ക് പറഞ്ഞത് എന്ന് പറയുകയാണ്. അപ്പോഴാണ് നമ്മുടെ അനീഷേട്ടൻ, കൊള്ളാമല്ലോ ഇവർ, ഇപ്പോഴാണ് ഇതൊക്കെ പൊങ്ങി വരുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അനീഷേട്ടൻ ഇവരെ കളിയാക്കുകയാണ്. ഈ സമയത്ത് നമ്മുടെ നെവിൻ അവിടെ കിടക്കുന്നുണ്ട്. കുറച്ചു നേരം കഴിയുമ്പോൾ നെവീനും സൈഡിലോട്ട് ചരിഞ്ഞ് ഉറങ്ങാൻ വേണ്ടി ശ്രമിക്കുന്നു. അക്ബറും അവിടെ കിടന്ന് ഉറങ്ങുന്നതായിട്ടാണ് കാണിക്കുന്നത്. എന്തായാലും നൂറെ കൊത്തിപ്പൊക്കിയിട്ട് അനുമോൾ എഴുന്നേറ്റ് നിന്നിട്ട് ആദിലയുടെ അടുത്ത് പോയി ഇരിക്കുന്നുണ്ട്.